അസ്സലാമു അലൈക്കും. തൈസീറുൽ കുബ്ര ബിഷർഹി അജ്നാസിൽ കുബ്ര, ദർസ് 40. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം മത്ന് നോക്കുക. അജ്നാസുൽ കുബ്ര. അൽ ഖാമിസു, അഞ്ചാമത്തത്. ഫഅയല, ഫഅയലയാണ്. ബിസിയാദത്തിൽ യാഇ ബഅദൽ ഐനി, ഐനിനു ശേഷം യാഇനെ വർദ്ധിപ്പിക്കൽ കൊണ്ട്. നഹ്വ ശരിയഫ, ശരിയഫ പോലെ. ശരിയഫ, അവൻ വളർച്ചയേറിയ ഭാഗം മുറിച്ചു. അവൻ വളർച്ചയേറിയ ഭാഗം മുറിച്ചു. ഇനി നിങ്ങൾ യുശരീഫു, ശരിയഫത്തൻ, ശിരിയാഫൻ, മുഷറീഫുൻ, ഷുറീഫ തുടങ്ങിയവയുടെ അർത്ഥങ്ങൾ ചിന്തിച്ച് കണ്ടെത്തുകയും അവ നോട്ട്ബുക്കിൽ എഴുതി വച്ച് കാണാതെ പഠിക്കുകയും ചെയ്യണം. ശരിയഫ, യുശരീഫു, ശരിയഫത്തൻ, വശിരിയാഫൻ. രണ്ട് മസ്ദറുകളുണ്ട്. ശരിയഫത്തൻ, ശിരിയാഫൻ. ഫഹുവ മുശരീഫുൻ വശുരീഫ യുശരിയഫു ശറിയഫത്തൻ വശിരിയാഫൻ. ഫഹുവ മുഷറിയഫുൻ. അൽ അംറു മിൻഹു ശരീഫ് ലിയുശരീഫ് ലിയുശറിയഫ് വന്നഹ്യു ലാ തുശറിയിഫ് ലാ യുശറിയിഫ് ലാ യുശറിയഫ്. ഇനി മത്നും ഷറഹും കൂടി നോക്കുക. ഷറഹ് തൈസീറുൽ കുബ്ര. വൽ വസ്നുൽ ഖാമിസു മിൻഹു ഫഅയല യുഫഅയിലു. അതിൽ നിന്നുള്ള അഞ്ചാം പദമാതൃക ഫഅയല യുഫഅയിലു ആകുന്നു. ബിഫത്ഹിൽ യാഇ ഫിൽ മാളി, ഭൂതകാല ക്രിയയിൽ യാഇനു ഫതഹ് കൊണ്ട്. ഫഅയല എന്ന മാളിയിൽ യാഇന് ഫതഹാണ്. വ കസിരിഹാ, അതിന് കസ്ർ കൊണ്ടും. ഫിൽ മുളാരിഇ, മുളാരിഇൽ. യുഫഅയിലു എന്ന മുളാരിഇൽ യാഇനു കസ്റാണ്. വബി സിയാദത്തിൽ യാഇ ബഅദൽ ഐനി, ഐനിന് ശേഷം യാഇനെ വർദ്ധിപ്പിക്കൽ കൊണ്ടും. നഹ്വ ശരിയഫ യുശരീഫു. ഇതിന് ശേഷമുള്ളവയിൽ നിന്ന് നേരത്തെ ഞാൻ വായിച്ചത് ഇനി വായിക്കുന്നില്ല. ഇനി പ്രത്യേകം വായിക്കേണ്ട ഭാഗം മാത്രം വായിക്കുന്നു. അൽ അംറു ലിൽ ഹാളിരി മിൻഹു ശരീഫ്, അതിൽ നിന്നുള്ള അംറു ഹാളിർ ശരീഫ് എന്നാണ്. വൽ ഗായിബു മിൻഹു,
അതിൽ നിന്നുള്ള ഗായിബ്, അംറു ഗായിബ്. ലിയുശരിഫ്, ലിയുശറിയഫ്, വന്നഹിയു ലിൽ ഹാദിരി മിൻഹു. ലാ തുശരിഫ് വൽ ഗായിബു മിൻഹു. ലാ യുശരിഫ്, ലാ യുശറിയഫ്. ഓരോന്നും വായിക്കുമ്പോഴും അർത്ഥം പറയുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. വായിക്കുന്നതും അർത്ഥം പറയുന്നതും തെറ്റരുത്. നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ തെറ്റാതെ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. തൈസീറുൽ കുബ്ര ബിശറഹി അജ്നാസിൽ കുബ്ര ദർസ് 40-ൽ ശരിയഫ, യുശരീഫു എന്നിവയെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിൻ്റെ അനുബന്ധമായി അല്പം കാര്യങ്ങൾ പറയാം. ഫഅയല എന്നതിൽ ഐനിന് ശേഷം യാഇനെ വർദ്ധിപ്പിച്ചതുപോലെ ശരിയഫ എന്നതിൽ റാഇന് ശേഷം യാഇനെ വർദ്ധിപ്പിച്ചതാണ്. അടിസ്ഥാനപരമായി ഷീൻ, റാ, ഫാ എന്നീ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് ഫഅല യഫ്ഉലു വസ്നാണോ, ഫഅല യഫ്അലു വസ്നാണോ, ഫഇല യഫ്അലു വസ്നാണോ? ഫഅല യഫ്ഉലു വസ്നിലുള്ള ഷറുഫ യശുറുഫു എന്നതിനെ കുറിച്ച് ആദ്യം പറയാം. ഷറുഫ യശുറുഫു ഷറഫൻ വ ഷറാഫത്തൻ. ഷറുഫ യശുറുഫു എന്നിവക്ക് 2 മസ്ദറുകളുണ്ട്. ഷറഫൻ, ഷറാഫത്തൻ. ഇനി അർത്ഥങ്ങൾ പറയാം. ഷറുഫ അവൻ കുലീനനായി, അദ്ദേഹം അഭിജാതനായി, അദ്ദേഹം അന്തസ്സുറ്റവനായി, അദ്ദേഹം വിശിഷ്ടനായി, അദ്ദേഹം ഉത്കൃഷ്ടനായി. അവൻ, അയാൾ, അദ്ദേഹം തുടങ്ങിയവയിൽ നിന്ന് ഏറ്റവും യോജിച്ചത് ഏതാണോ അത് ചേർത്ത് കൊടുക്കണം. യശുറുഫു അദ്ദേഹം കുലീനനാകുന്നു, അദ്ദേഹം കുലീനനാകും. അദ്ദേഹം അഭിജാതനാകുന്നു, അദ്ദേഹം അഭിജാതനാകും. അദ്ദേഹം അന്തസ്സുറ്റവനാകുന്നു, അദ്ദേഹം
അന്തസുറ്റവനാകും. അദ്ദേഹം വിശിഷ്ടനാകുന്നു, അദ്ദേഹം വിശിഷ്ടനാകും. അദ്ദേഹം ഉത്കൃഷ്ടനാകുന്നു, അദ്ദേഹം ഉത്കൃഷ്ടനാകും. ഷറഫൻ എന്നതിൻ്റെയും ഷറാഫത്തൻ എന്നതിൻ്റെയും അർത്ഥങ്ങൾ: കുലീനനാകൽ, അഭിജാതനാകൽ, അന്തസുറ്റവനാകൽ, വിശിഷ്ടനാകൽ, ഉത്കൃഷ്ടനാകൽ. ഫഅല യഫ്അലു വസ്നിലുള്ള ഷറഫ യഷ്റഫു എന്നതിൻ്റെയും ഫഇല യഫ്അലു വസ്നിലുള്ള ഷരീഫ യഷ്റഫു എന്നതിൻ്റെയും അർത്ഥങ്ങൾ ഒരുപോലെയാണ്. ഷറഫ, ഷരീഫ എന്നിവയുടെ അർത്ഥങ്ങൾ: അദ്ദേഹം ഉയർന്നു, അദ്ദേഹം ഉന്നതനായി. യഷ്റഫു എന്നത് ഷറഫ എന്നതിൻ്റെ മുളാരിഅ് ആയും ഷരീഫ എന്നതിൻ്റെ മുളാരിഅ് ആയും ഉപയോഗിക്കുന്നു. യഷ്റഫു അദ്ദേഹം ഉയരുന്നു, അദ്ദേഹം ഉയരും. അദ്ദേഹം ഉന്നതനാകുന്നു, അദ്ദേഹം ഉന്നതനാകും. ഷറഫൻ എന്നത് ഏതിൻ്റെ എല്ലാം മസ്ദറായി വരും? ഷറുഫ യഷ്റുഫു എന്നതിൻ്റെയും ഷറഫ യഷ്റഫു എന്നതിൻ്റെയും ഷരീഫ യഷ്റഫു എന്നതിൻ്റെയും മസ്ദറായി ഷറഫൻ എന്ന് വരും. എന്നാൽ ഷറാഫത്തൻ എന്നത് ഷറുഫ യഷ്റുഫു എന്നതിൻ്റെ മസ്ദറായിട്ടാണ് വരിക. ഷറഫൻ എന്നതിന് നേരത്തെ ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾക്ക് പുറമെ ഏതെല്ലാം അർത്ഥങ്ങൾ വരും? ഷറഫൻ ഉയരൽ, ഉന്നതനാകൽ. ഫഅല യുഫഇലു തഫ്ഈലൻ വസ്നിലുള്ള ഷറഫ യുശരിഫു തശ്രീഫൻ. ഷറഫ അവൻ ശ്രേഷ്ഠനാക്കി, അവൻ അന്തസ്സ് നൽകി, അവൻ ശ്രേഷ്ഠത നൽകി, അവൻ മേന്മ നൽകി, അവൻ ഉത്കൃഷ്ടനാക്കി, അവൻ ആദരിച്ചു, അവൻ ബഹുമാനിച്ചു. ഫഅല യുഫാഇലു വസ്നിലുള്ള ഷാറഫ യുഷാരിഫു. ഷാറഫ അന്തസ്സിൽ മികക്കാൻ മത്സരിച്ചു, കുലീനതയിൽ മത്സരിച്ചു. അഷ്റഫ യുഷ്രിഫു ഇഷ്റാഫൻ. അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ. അഷ്റഫ അവൻ ഉയർന്നു നിന്നു, അവൻ പൊങ്ങി നിന്നു, അത് പൊക്കമുള്ളതായി, അവൻ പൊക്കമുള്ളവനായി. തഫഅല യതഫഅലു വസ്നിലുള്ള തശറഫ യതശറഫു. തശറഫ അന്തസ്സ് ലഭിച്ചു, അന്തസ്സുണ്ടായി, ആദരവ് ലഭിച്ചു. ഇസ്തഫ്അല യസ്തഫ്ഇലു വസ്നിലുള്ള ഇസ്തഷ്റഫ യസ്തശ്രിഫു. ഇസ്തഷ്റഫ അവൻ നോക്കുവാൻ ദൃഷ്ടി ഉയർത്തി, അവൻ ദൃഷ്ടി ഉയർത്തി നോക്കി. ഇവയെല്ലാം ശ്രദ്ധിച്ച് പഠിക്കണം. വിവിധ വസ്നുകളിലുള്ള ഫിഅലുകൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവ താരതമ്യം ചെയ്ത് പഠിക്കണം. ഇവയുടെ പല രൂപങ്ങളും പറഞ്ഞ് പരിശീലിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.